ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചാണ്. അതായത് ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ നമുക്ക് കാറിലെ ഗിയർ എങ്ങനെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. കാറിലെ ഗിയർ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര ഈസി ആയിട്ട് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് കാറിൻ്റെ ഒരു ലൈഫും വരുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് വലിയ ബലം കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഓട്ടോ ആണെങ്കിലും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ആണെങ്കിലും സിമ്പിളായിട്ടായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ ഇപ്പം ആദ്യമായിട്ട് ഗിയർ നമുക്ക് പരിചയപ്പെടുത്താം. ഗിയറിനകത്ത് നമുക്ക് ഓരോ ഷിഫ്റ്റിങ്ങും എങ്ങോട്ടാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് തന്നെ മുമ്പോട്ട് തന്നെ പോകാം. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കംഫർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് ആദ്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് സീറ്റിൻ്റെ ഡ്രൈവർ സീറ്റിനാണെങ്കിൽ വലത് സൈഡിൽ ബാക്കിലോട്ടായാലും മുമ്പിലോട്ടായാലും സീറ്റ് മാറ്റാനായിട്ട് ഒരു ലിവർ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ലിവറിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്ക് ക്ലച്ച് നന്നായിട്ട് ചവിട്ടി താക്കാൻ കാല് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു പോർഷൻ ഉണ്ടാവും. ആ പോർഷനിൽ നമ്മൾ ചെയ്തുകൊണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കംഫർട്ടായിട്ട് ഇരിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം നമുക്ക് ഗിയറിലേക്ക് കിടക്കാം. ഇപ്പോൾ ഗിയറിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഇപ്പോൾ 5 ഗിയറാണുള്ളത്. 5 ഗിയറും ഒരു റിവേഴ്സ് ഗിയറുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ എന്ന് വെച്ചാൽ വണ്ടി ഗിയർ ന്യൂട്രലാണോ എന്ന് നോക്കണം. ന്യൂട്രലാണോ എന്ന് നോക്കാനായിട്ട് ക്ലച്ച് ചവിട്ടി താത്തിട്ട് നമ്മൾ ഏകദേശം സെൻട്രൽ പോർഷനിലായിട്ട് വന്നിട്ട് ലെഫ്റ്റിലേക്ക് ഫുള്ളും റൈറ്റിലേക്ക് ഫുള്ളും നീക്കി നോക്കുക. അപ്പോഴും നമുക്ക് വണ്ടി ന്യൂട്രലാണോ എന്ന് തീർച്ചപ്പെടുത്താം. ന്യൂട്രലാണെങ്കിൽ ഗിയർ ഇത് കണക്ക് ഫ്രീ ആയിട്ട് കിടക്കും. അതായത് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ മുകളിലോട്ട്, സെക്കൻഡ് ഗിയർ അതുപോലെ ലെഫ്റ്റിൽ താഴോട്ട്, തേർഡ് ഗിയർ സെൻട്രലായിട്ട് മുകളിലോട്ട്, ഫോർത്ത് ഗിയർ സെൻട്രലായിട്ട് താഴോട്ട്, ഫിഫ്ത്ത് ഗിയർ റൈറ്റ് സൈഡിലായിട്ട് മുകളിലോട്ട്, റിവേഴ്സ് ഗിയർ റൈറ്റിലായിട്ട് താഴോട്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗിയറിൽ വലിയ ബലം കൊടുക്കാത്ത രീതി, അതായത് നമ്മൾ സിമ്പിളായിട്ട് ഹാൻഡിൽ പിടിക്കുന്ന മാതിരി തന്നെ ഗിയറിലും ബലം കൊടുക്കാതെ പിടിച്ചാൽ മാത്രമേ ഗിയറും സ്മൂത്തായിട്ട് മാറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഗിയറിലും മെല്ലെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഫുള്ള് നീക്കുക. ലെഫ്റ്റിലേക്ക് ഫുള്ള് നൂത്തിട്ട് കൈയുടെ ഏകദേശം ഈ പോർഷൻ ഉപയോഗിച്ച് മുകളിലേക്ക് സിമ്പിളായിട്ട് തള്ളുക. അപ്പോൾ ഈസി ആയിട്ട് ഫസ്റ്റ് ഗിയർ വീഴും. അതായത് ഫുള്ള് ലെഫ്റ്റ് മുകളിലോട്ട്. അപ്പോൾ ക്ലച്ച് നന്നായിട്ട് ചവിട്ടി താഴ്ത്തിയാൽ മാത്രമേ ഒരു ഇടിപ്പ് സൗണ്ട് അല്ലെങ്കിൽ ഒരു ഒരഞ്ഞ് നീങ്ങുന്ന മാതിരിയുള്ള സൗണ്ട് വരാതെ സ്മൂത്തായിട്ട് ഗിയർ മാറിയാൽ മാത്രമേ അങ്ങനെ സ്മൂത്തായിട്ട് മാറത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ബാക്കിലോട്ട് ബാക്കിൽ എല്ലാ ഗിയറിൻ്റെയും ഇടയ്ക്ക് ന്യൂട്രൽ ഉണ്ടായിരിക്കും. അപ്പോഴും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. വണ്ടി ന്യൂട്രലായി പോവാതെ ക്ലച്ച് നന്നായിട്ട് ചവിട്ടി താഴ്ത്തി തന്നെ ഗിയർ മാറണം. ഇപ്പോൾ വണ്ടി ഏകദേശം സെക്കൻഡ് ഗിയറിലാണ്. അത് കഴിഞ്ഞിട്ട് തേർഡ് ഗിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള 2 ഗിയറാണ് തേർഡും ഫോർത്തും. അപ്പോൾ തേർഡും ഫോർത്തും മാറാനായിട്ട് നമുക്ക് യാതൊരു ഒരു വിരലിൻ്റെ സഹായം തന്നെ ധാരാളം. അതായത് ജസ്റ്റ് മുകളിലോട്ടൊന്ന് തള്ളുക. മുകളിലോട്ട് തള്ളുമ്പോൾ ന്യൂട്രാവും. ന്യൂട്രായതിനു ശേഷം നേരെ അപ്പ് മുകളിലോട്ട്. അപ്പോൾ തേർഡ് ഗിയർ. അതുപോലെ തന്നെ നേരെ ബാക്കിലോട്ട് ബലം കൊടുക്കാതെ തന്നെ സിമ്പിളായിട്ട് എങ്ങോട്ടും തിരിക്കാതെ താഴോട്ടങ്ങ് ആക്കിയാൽ മതി. അപ്പോൾ തന്നെ ഫോർത്ത് ഗിയറിലേക്ക് തന്നെ വണ്ടി മാറും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടുത്താം. ലെഫ്റ്റ് ഫുള്ള് മുകളിലോട്ട് ഫസ്റ്റ്, ലെഫ്റ്റ് ഫുള്ള് അതുപോലെ തന്നെ ബാക്കിലോട്ട് സെക്കൻഡ്, ജസ്റ്റ് മുകളിലോട്ട് തള്ളി ന്യൂട്രൽ, തേർഡ്, പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ വന്നതിന് ശേഷം ഫോർത്ത്, പിന്നെ അതുപോലെ തന്നെ വീണ്ടും ന്യൂട്രൽ വരികയാണ്. അതിനുശേഷം ഫുള്ള് റൈറ്റിലാണ് ഫിഫ്ത്ത് ഗിയറും അതേപോലെ റിവേഴ്സ് ഗിയറും. ഫിഫ്ത്ത് ഗിയർ ഇടാനായിട്ട് റൈറ്റിൽ ഫുള്ള് നീക്കുക. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട പോലെ ഫുള്ള് ലെഫ്റ്റിലേക്ക് നീക്കിയത് മാതിരി തന്നെ റൈറ്റിലേക്ക് ഫുള്ള് നീക്കുക മുകളിലേക്ക്. അപ്പോൾ 5ാമത്തെ ഗിയർ മാറി കഴിഞ്ഞു. അതുപോലെ തന്നെ ന്യൂട്രൽ വരിക. ഇപ്പോഴത്തെ നമ്മൾ വണ്ടിയുടെ ഏകദേശം എല്ലാ ഗിയറും മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മാറാനായിട്ട് വലിയ ബലം കൊടുക്കാതെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. എന്നിട്ട് നമുക്ക് കുറച്ച് പാടായിട്ടുള്ളത് ഫസ്റ്റ്, സെക്കൻഡും പിന്നെ ഫിഫ്ത്തും മാത്രമേ ഉള്ളൂ. തേർഡും ഫോർത്തും നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ റിവേഴ്സ് ഗിയറാണ്. റിവേഴ്സ് ഗിയർ എന്ന് പറയുമ്പോൾ വണ്ടി ന്യൂട്രലായിട്ട് റൈറ്റിലേക്ക് ഫുള്ള് വരിക. മുകളിലേക്ക് ഫിഫ്ത്താണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴോട്ട് വരുന്ന വണ്ടി
ഈസി ആയിട്ട് റിവേഴ്സ് ഗിയറിൽ വരും. റിവേഴ്സ് ഗിയറിൽ വന്നതിന് ശേഷം നമുക്ക് റിവേഴ്സ് ഗിയറിൻ്റെ ആവശ്യം കഴിഞ്ഞ ശേഷം വീണ്ടും വണ്ടി ന്യൂട്രലിൽ തന്നെ ഉറപ്പിക്കാൻ പറ്റും. താങ്ക് യു.